ഇത് മക്കൾ ഭരണത്തിലേറേണ്ടതുകൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ യോഗം മാത്രമാണോ ഇന്ന് നടന്ന സുപ്രധാനമായ യോഗം? അത് സ്റ്റാലിൻ തുടക്കം കുറിച്ച് അദ്ദേഹം എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ മുതൽ ഇന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വരെ നോക്കുമ്പോൾ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത തന്നെ അതാണ് അല്ലെ. നാനാത്വമുണ്ട്, അതിൽ ഏകത്വമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വത്വം എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന് പ്രാതിനിധ്യം ഉണ്ടാകണം, അവർ തമ്മിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി അത് ഓരോ ഫെഡറൽ വ്യവസ്ഥയുടെയും അല്ലെ അഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമല്ലേ? എന്നോടായിരിക്കും അത് അങ്ങയോടല്ല, ഞാൻ അനിൽ ബോസിനോടാണ് ചോദിച്ചത്. അല്ല ഈ മക്കളുണ്ടാകുന്നതും കൊച്ചുമക്കളുണ്ടാകുന്നതും ഒക്കെ ഒരു യോഗമാണ്. നമ്മൾ അതൊന്നും അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ രാഷ്ട്രീയത്തിൽ വരുന്ന വിഷയമല്ലല്ലോ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കും പറയുന്നത്. ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ BJP അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM എന്നുള്ള നിലയിലല്ല ഈ ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഭരിക്കുന്ന ഗവൺമെൻറ് BJPയും സഖ്യകക്ഷികളുമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിന് പ്രത്യേകമായി നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി ആന്ധ്രയിലും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കാൻ നിന്നു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് അവരുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെൻറ്റിന് സുതാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ബോധ്യമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ബോധ്യമാണ് അവർ പറയുന്ന സമ്മർദ്ദത്തിന് വിധേയമാകേണ്ടി വരുന്നത്. അതിന് നാളെ കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ചില പാർട്ടികൾ പ്രാദേശികമായി ശക്തരാണെങ്കിൽ അവരുടെ പിൻബലം നമുക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതായിട്ട് വരും. ഇതിനെ രാഷ്ട്രീയമായ തർക്കമായി എടുക്കരുത്. ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളത്തിൽ 20 MP-മാരാണുള്ളത്. 20 MP-മാരിൽ UDF-നാണ് മജോറിറ്റി. ഇപ്പം UP ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ 80 പാർലമെൻറ്റ് സീറ്റുണ്ട്. 41 ഇന്ത്യ സഖ്യമാണ്. 80 സീറ്റ് നിലവിലുണ്ട്. നിലവിൽ 80 സീറ്റുണ്ട്. അതിൽ 41 ഇന്ത്യ സഖ്യത്തിനാണ്, BJP-ക്കല്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലല്ല ഇതിനെ കാണേണ്ടത്. അവിടുത്തെ ജനസംഖ്യാനുപാതികമായി ഇപ്പോൾ വരുന്ന ചില റെക്കോർഡുകൾ പ്രകാരം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡുകൾ പ്രകാരം ഇപ്പോൾ 80 സീറ്റുള്ള സ്ഥലത്തുനിന്ന് ഒറ്റയടിക്ക് 143 സീറ്റിലേക്ക് UP-യിൽ സീറ്റ് വർധന ഉണ്ടാവും ജനസംഖ്യാനുപാതികമായി നടത്തിയാൽ. ഇവിടെ നമ്മൾ കാണുന്നത് രാജ്യാന്തര തലത്തിലുള്ള 25 കോടിയോളം വരുന്ന പോപ്പുലേഷനാണ്. 80 സീറ്റ് എന്ന് പറയുമ്പോൾ 543 സീറ്റിൽ 80 സീറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ പ്രാതിനിധ്യം. പണ്ട് വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, ലഖ്നൗ വഴിയാണ് ഡൽഹിക്കുള്ള വഴി എന്നുള്ളത്, ലഖ്നൌവിലൂടെയാണ് ഡൽഹിക്കുള്ള വഴി എന്നുള്ളത്. ഈ 16.98% UP പോപ്പുലേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 1/6 എന്ന നിലയ്ക്ക് മാറുകയാണ് എങ്കിൽ ഹിന്ദി ഹൃദയഭൂമി കൊണ്ട് മാത്രം, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നിരുന്നാൽ പോലും അതൊരു ആധിപത്യ വർധനയാണ്. ഈ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഈ വിഷയത്തെ പരിശോധിച്ചാൽ US അടക്കമുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പാർലമെൻറ്റ് കോൺസ്റ്റൻസികൾ ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ UP-യിൽ ഇത്ര സീറ്റ് വർധനവ്, കേരളത്തിൽ ഇത്ര സീറ്റ്, തമിഴ്നാടിൽ ഇത്ര സീറ്റ് എന്നതുപോലെയല്ല. അവിടെ സ്റ്റേറ്റ് വൈഡായിട്ടല്ല അവർ ചെയ്യുന്നത്. അവിടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ തുല്യമായി ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ആ സ്ഥിതിയിലേക്കാണ് ചർച്ചകൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, ആർക്കും തർക്കം പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതികമായി എല്ലാ മണ്ഡലത്തിനും തുല്യ വോട്ട് എന്നുള്ള നിലയിൽ വെച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ UP-യിലെ കാര്യമെടുത്താൽ, UP-യിൽ സീറ്റ് വർധനവുമായി ബന്ധപ്പെടുത്താൽ സംസ്ഥാനങ്ങൾ വീണ്ടും വിഭജിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരേ അവസ്ഥയിലുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കണം, പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അല്ലാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സെൻട്രൽ ഗവൺമെൻറ് പോകാൻ കഴിയും. അവിടെയാണ് നമ്മളെപ്പോലുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്. കേരളത്തെ, പഞ്ചാബിനെ, തെലങ്കാനയെ, തമിഴ്നാടിനെ, കർണാടകയൊക്കെ ബാധിക്കുന്നത് അപ്പോഴാണ്.
ഇത് മധ്യപ്രദേശിനെയോ രാജസ്ഥാനെയോ യു പിയെയോ ഒന്നും ബാധിക്കില്ല. അവരുടെ സീറ്റ് വർധന കൂടുമ്പോൾ അവരുടെ സമ്മർദ്ദം വലുതാകും. അപ്പോൾ ഒരു പൊതുവായ വികസന പദ്ധതികളോ പാക്കേജുകളോ വരുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും, ആകാശത്തോട്ട് നോക്കിയിരിക്കേണ്ട സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, 1951 ആ സെൻസസ് പ്രകാരം അന്നത്തെ 36.1 ജനസംഖ്യ. അന്ന് 494 സീറ്റാണ്. 1961 എത്തിയപ്പോൾ അത് 522 സീറ്റായി, 43.9%. 1971 സെൻസസ് വന്നപ്പോഴത്തേക്ക് അത് 543 സീറ്റായി. അപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു പാർലമെന്റ് കോൺസ്റ്റൻസിയിൽ ഏതാണ്ട് 7.3 ലക്ഷം വോട്ടർമാരെ വെച്ചാണ് അന്ന് കണക്കാക്കിയത്. രണ്ടാം ഘട്ടം വന്ന് 61 വരുമ്പോൾ 8.4. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 10.1. 10 ലക്ഷം വോട്ടർമാർ മിനിമം ഉണ്ടാവണം ഒരു പാർലമെന്റ് കോൺസ്റ്റൻസിയിൽ. ഇപ്പം അതിൽ കൂടുതലുണ്ട് പല മണ്ഡലങ്ങളിൽ. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ 14 ലക്ഷം വോട്ടർമാരുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വർധനമുണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനത്ത് അമിതമായ എണ്ണം വർദ്ധിക്കാൻ ഇടയാകുന്നു. എന്തുകൊണ്ട്? ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മളിവിടെ നിയമം കൊണ്ടുവന്നിരുന്നു. ആ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങളാണ് കേരളം, വിജയിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അത് തെറ്റാണോ? രാജ്യത്ത് പരിണതഫലം പുരോഗതി കൈവരിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ, അർഹമായ പരിഗണന, അർഹമായ പ്രാതിനിധ്യവും കൂടി ഈ ഘട്ടത്തിൽ അതിന് നിഷേധിക്കപ്പെടുന്ന ഒരു ഘടകമാകുമോ എന്നുള്ളത്